ഒറിജിനലായിട്ടും വേണ്ടത് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെടുന്ന സമയമാണ് മൗത്തിന്റെ സാഹത്ത്. മൗത്തിന്റെ സമയം എന്ന് പറഞ്ഞതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പേടിയുള്ള രംഗം. അതാണ് കഴിഞ്ഞു കിട്ടിയ ബാക്കി എല്ലാം റെഡിയാണ്. ആർക്കാ മരണം പേടിയില്ലാത്തത്? എല്ലാ മനുഷ്യനും പേടിയുള്ളത് തന്നെയാണ് മരണം. ആ സമയത്ത് ജീവിതകാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ കാണുമെന്നാണ്, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് പറയുമെന്നാണ്, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിന്തിച്ചത് ചിന്തിക്കുമെന്നാണ്, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് എങ്ങനെയാണോ അതേ അവസ്ഥയായിരിക്കും മരിക്കുമ്പോൾ എന്നാണ്. എപ്പോഴും നല്ല തുണിങ്കുപ്പായിട്ട് നടക്കുന്ന ആളാണെങ്കിൽ മരിക്കുമ്പോൾ നല്ല തുണിങ്കുപ്പായിരിക്കും. എപ്പോഴും ദിക്ർ ചൊല്ലുന്ന ആളാണെങ്കിൽ മരിക്കുമ്പോൾ ദാക്കിറായിരിക്കും. എപ്പോഴും പൊതുപ്രവർത്തനമാണെങ്കിൽ മരിക്കുമ്പോൾ പൊതുപ്രവർത്തനമായിരിക്കും. എപ്പോഴും സുജൂദിനെ അധികരിപ്പിക്കുന്ന ആളാണെങ്കിൽ അവൻ മരിക്കുന്നത് സുജൂദിലായിരിക്കും. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം മരിക്കുമ്പോൾ ചെയ്യും. ഏറ്റവും കൂടുതൽ പറഞ്ഞത് മരിക്കുമ്പോൾ പറയും. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആളുകളെ മരിക്കുമ്പോൾ കാണും. അത് ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിലും കാണും, മരണപ്പെട്ട ആളാണെങ്കിലും കാണും. എന്തുകൊണ്ട്? മരിക്കുന്നതിന് മുമ്പ് കണ്ണ് യാത്ര പറയുന്നത് കൊണ്ടാണ് മരിച്ച ആളെ കാണാനുള്ള കാരണം. നമ്മുടെ ശരീരത്തിൽ നിന്ന് ആദ്യമായി യാത്ര പറയുന്നത് കണ്ണായിരിക്കും. നമുക്ക് തോന്നും ബാപ്പ നമ്മളെയാണ് നോക്കണത് എന്ന്. അല്ല, നോട്ടം ആദ്യം അവസാനിപ്പിക്കും. ദുനിയാവിലേക്കുള്ള നോട്ടം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിലും കാണും, മരിച്ച ആളാണെങ്കിലും കാണും. അതുകൊണ്ട് അതിങ്ങനെ കട്ടിലും എങ്ങനെയാണ് കിടക്കുമ്പോ 313 ബദിരീങ്ങൾ വട്ടത്തിൽ ഇങ്ങനെയാണ് നിൽക്കണം. അതിനാണ് മജ്‌ലിസ് നൂർ അറിയേണ്ടത്. അതാണ് ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിനെന്നെ ആയിരിക്കണം. ബാക്കിയൊക്കെ വേണം, ദ്വാരക്കണം, പൈസ കൊടുക്കണം, മക്കൾ നേരാവണം, അതിനൊക്കെ കൊടുക്കണം. പക്ഷെ പ്രധാന ഉദ്ദേശം പോകാൻ പാടില്ല. പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മൗത്തിന്റെ സാഹത്തിൽ ബദരീങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുക എന്നത് തന്നെയാകുന്നു. അപ്പൊ എന്താ പറയാൻ കാരണം? പറയാണ്ടായ കാരണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളും ഇങ്ങനെ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു മനസ്സിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ദുആക്ക് ഇജാബത്തുള്ള സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മക്കൾക്ക് വേണ്ടി നന്നായിട്ട് ദ്വാരക്കണം, ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ദ്വാരക്കണം. ഒക്കെ അങ്ങനെ ദ്വാന്റെ എല്ലാ മര്യാദകളും, ദ്വായുടെ എല്ലാ അദബുകളും പാലിച്ചുകൊണ്ട് ദ്വാ ചെയ്യണം. ഖുർആൻ ഓതിയിട്ടുള്ള ദ്വാക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. സദഖയുടെ ശേഷമുള്ള ദ്വാക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്.